ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ കൊച്ചിയിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേ ഒരു സെക്യൂരിറ്റി ഗാർഡ് മുൻപിൽ നിൽക്കുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ വന്നപ്പോൾ നേരെ അതിലേക്ക് കയറി. വരണ വഴിക്ക് ഇരിങ്ങാലക്കുട എത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഒരു വയലിന്റെ നടുവിലായി ഒരു നല്ല ഭംഗിയുള്ള ഒരു മാവ് നിൽക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തി. അപ്പോഴാണെങ്കിൽ സമയം 9 മണി. സാധാരണ ഈ സമയത്ത് ഞാൻ ഗുരുവായൂരാണ് എത്താറ്. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി ചാലക്കുടിയിൽ ഈ ട്രെയിൻ പിടിച്ചിട്ടായിരുന്നു. പിന്നെ ഇത് തൃശ്ശൂർ വീണ്ടും പിടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് നടന്നു. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ബസ് കിട്ടിയത്. അപ്പൊ തോന്നി ട്രെയിനിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ബസ് കയറി പോണ വഴിക്ക് നോക്കുമ്പോൾ ട്രെയിൻ അവിടെ നിൽക്കുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല. അത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ നാട്ടിലെത്തി ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ അച്ഛന്റെ കടയിലേക്ക് വിട്ടു. എന്തായാലും ചൂടത്ത് വന്നതല്ലേ, ഒരു സോഡ സർബത്തം കടിക്കാന്ന് വിചാരിച്ചു. ഞാൻ അതും കഴിച്ച് നേരെ വീട്ടിലേക്ക്. വീട്ടിലെത്തിയതും അമ്മ നല്ല മൂത്ത മാങ്ങ, ചില സ്ഥലത്ത് തന്നെ ചെനച്ച മാങ്ങ എന്ന് പറയും, ചെത്തി ഉപ്പിട്ട് ഉണക്കുന്നു. നിങ്ങൾക്കറിയോ ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന്? സംഭവം വേറൊന്നല്ല, വർഷക്കാലത്ത് മാങ്ങയുടെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ ആ സമയത്ത് മാങ്ങയിട്ട് മീൻകറി കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും? പിന്നുള്ളത് പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ളത്. പക്ഷെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനം പുറത്തുനിന്ന് കാശെടുത്ത് വാങ്ങുന്നതിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന രീതിയാണിത്. വർഷക്കാലത്ത് ഇതങ്ങട്ട് കറി വെച്ചാൽ മതി. പിന്നെ ഒരു ഉച്ചയോട് കൂടി ഞാനും എന്റെ കസിനും കൂടി ഒരു സ്ഥലം വരെ പോയി. അപ്പോൾ ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യാം.